യേശുവിൻ വചനം കേട്ടിടുകി മാറാത്ത ലോകം മാറിപ്പോകുമേ. വീഞ്ഞില്ലാതെ വിഷമത്തിലായി പലക്കെടായി നാട്ടിലും വീട്ടിലും മാതാവ് യേശുവിൻ അരികിലെത്തി. ദൈവപുത്രൻ അനുഗ്രഹിച്ചു ജനനേരം കഴിച്ചില്ല ഭരണിയിലെ ജനമെല്ലാം വീഞ്ഞായി മാറി ആണോരെ. അഞ്ചപ്പവും 2 മത്സ്യവും കൊണ്ടവൻ 5000 പേരെ തൃപ്തനാക്കി. ലാസറിൻ ഭവനത്തിൽ ഒരു നാളെത്തി. കാര്യമറിഞ്ഞപ്പോൾ ദുഃഖിതനായി സോദരൻ രോഗിയായി മരണമടഞ്ഞിരുന്നു. യേശുവെ കണ്ടപ്പോൾ വാർത്തയും അറിയും അലറിക്കരഞ്ഞു പരിതപിച്ചു. യേശുവെ നീവന വൈകിയതെന്റെ സോദരൻ ഞങ്ങളെ വിട്ടുപോയി. കല്ലറയിൽ 3 ദിനം മുമ്പ് സംസ്കരിച്ചു ഞങ്ങൾ സോദരരെ. കാര്യമറിഞ്ഞുടൻ ദൈവത്തിൻ പുത്രൻ കല്ലറ സന്നിധിയായി പോയിടുന്നു. അത്ഭുതം കാണുവാനാജനമെല്ലാം യേശുവിൻ പിന്നാലെ പോയിടുന്നു. കൈകൾ വിരിച്ചങ്ങ് പ്രാർത്ഥിച്ചവൻ ചൊല്ലി ലാസറെ എഴുന്നേൽക്കൂ പുറത്തു വരൂ. കല്ലറ കിടന്ന് ഉയർത്തെഴുന്നേറ്റു പുറത്തു വന്നു. അത്ഭുതചിത്തരമാറിയ ജനമെല്ലാം യേശുവെ വാഴ്ത്തി പുറത്തിടുന്നു. കാരുണ്യവാനവൻ ദൈവപുത്രൻ, മാനവരക്ഷകൻ ദൈവപുത്രൻ, പാപികൾ നമ്മളെ രക്ഷിപ്പാനായെന്ന് കുരിശിൽ മരിച്ചവൻ ദൈവപുത്രൻ.